നമസ്കാരം. മറുനാട് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സോളാർ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്താതിരിക്കുവാൻ തനിക്ക് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ. ബിജുവിന്റെ റിമാൻഡ് കാലാവധി റാന്നി കോടതി നീട്ടി നൽകി. കലാലയങ്ങളിൽ RSS ഭീകരത ആരോപിച്ച് SFI സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂർ ധർണാ സമരം നടത്തി. പെരുന്തന്നരുവി വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായി ആരോപണം. ഫണ്ടിന്റെ അപര്യാപ്തത പ്രധാന കാരണമാകുന്നു. ഇന്റർനെറ്റിലൂടെ ലോകമലയാളിയുടെ പ്രിയപ്പെട്ട ഗായികയായി മാറിയ പത്തനംതിട്ട ജില്ലയുടെ പാട്ടുകാരി ചന്ദ്രലേഖ തെന്നിദിൻ സിനിമയിൽ സജീവമാകുന്നു. ഡിസംബർ 26 മുതൽ വിദേശയാത്ര. ഞാൻ ലാൽ മാത്യു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. സോളാർ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തൽ നടത്താതിരിക്കുവാൻ തനിക്ക് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു. ബിജുവിനെതിരെ വധഭീഷണിയുണ്ടെന്ന് അഭിഭാഷകൻ ജേക്കബ് മാത്യു മലനാട് ന്യൂസിനോട് പറഞ്ഞു. ബിജു രാധാകൃഷ്ണനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കി. കോടതി ബിജുവിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. സോളാർ തട്ടിപ്പ് കേസിൽ കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്താതിരിക്കുവാൻ തന്റെ മേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് സോളാർ കേസിലെ പ്രതി ബിജു രാധാകൃഷ്ണൻ തന്റെ അഭിഭാഷകന് മുന്നിൽ വെളിപ്പെടുത്തി. തനിക്ക് പറയാനുള്ളതെല്ലാം കോടതിക്ക് എഴുതി നൽകിയിട്ടുണ്ട്. ഇത് വിവരാവകാശ നിയമപ്രകാരം മാധ്യമങ്ങൾക്ക് എത്തിച്ചു നൽകുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും ബിജു രാധാകൃഷ്ണൻ തന്റെ അഭിഭാഷകനായ ജേക്കബ് മാത്യുവിനോട് പറഞ്ഞു. സോളാർ തട്ടിപ്പ് കേസിൽ റാന്നിയിൽ കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് ബിജു രാധാകൃഷ്ണൻ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ ബിജു രാധാകൃഷ്ണനെ വിട്ടുകിട്ടണമെന്ന അഭിഭാഷകന്റെ അപേക്ഷ പരിഗണിച്ച കോടതി ബിജുവിനോട് കേസ് വിവരം ധരിപ്പിക്കുവാൻ 15 മിനിറ്റ് സമയം അനുവദിക്കുകയായിരുന്നു. ഈ 15 മിനിറ്റ് സമയത്തിനുള്ളിലാണ് ബിജു പുതിയ വെളിപ്പെടുത്തൽ നടത്തിയത്. അത് പറയാനുള്ള കാര്യം കാരണം ഇങ്ങനെ ഡോക്ടർ ഓൾറെഡി പുറത്ത് ഇതായിരിക്കും. ഡോക്ടർ ഓൾറെഡി പറഞ്ഞിരിക്കും. ഡോക്ടർ അത് ആ ഒരു പ്രശ്നമാണ് പ്രോസിക്യൂഷൻ. കാരണം ഇതൊരു സമ്മതം ഫയൽ സ്റ്റോപ്പ് സോളാർ കേസിൽ സരിതയുമായി ഏതെല്ലാം ഉന്നതർ ബന്ധപ്പെട്ടുവെന്ന ബിജുവിന്റെ വെളിപ്പെടുത്തലാണ് രാഷ്ട്രീയ നേതൃത്വം ഭയക്കുന്നതെന്ന് അഭിഭാഷകൻ ജേക്കബ് മാത്യു പറഞ്ഞു. വെളിപ്പെടുത്തലുകൾ തുടർന്ന് നടത്തിയാൽ അദ്ദേഹത്തെ കേസിൽ പരിപൂർണമായിട്ടും ശിക്ഷിക്കുമെന്ന് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ബ്രീഫ് ചെയ്ത് വെളിപ്പെടുത്തിട്ടുണ്ട് എന്തെങ്കിലും? അത് സംബന്ധിച്ച് ഈ സമ്മർദ്ദം വന്ന വഴി ഉദ്യോഗസ്ഥന്മാർ വഴിക്ക് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തിയെന്നല്ല, ഭീഷണിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. സരിതയുമായിട്ട് ചില ഉന്നതർ ബന്ധപ്പെട്ട ചിത്രങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഇന്ന് അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ലഭിച്ചില്ല. കാരണം പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് നിന്നതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ അദ്ദേഹം ഇന്ന് കടുത്ത പ്രഷറിലാണ്, കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ്. ബിജു പറഞ്ഞത് അദ്ദേഹത്തെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. അദ്ദേഹം എന്തെങ്കിലും തെളിവുകൾ പുറത്തു വിടുകയോ അല്ലെങ്കിൽ വെളിയിൽ അത് സംബന്ധിച്ച് മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുകയോ ചെയ്താൽ കേസിൽ അദ്ദേഹം ഉൾപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വെളിപ്പെടുത്തിയാൽ ബിജു രാധാകൃഷ്ണൻ ഉൾപ്പെട്ട കൊലക്കേസിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുമെന്നാണ് ഭീഷണി. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിന് നിരന്തരമായ ഭീഷണികളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ടെന്ന്. ഈ കോർട്ട് ചീഫിൽ എന്തുവായിരുന്നു ഇന്ന് കോടതിയിൽ ജസ്റ്റ് അദ്ദേഹത്തിന് റിമാൻഡ് എക്സ്റ്റൻഷൻ മാത്രമേ നടത്തിയുള്ളൂ. നമുക്ക് പിന്നെ പ്രതിയോട് സംസാരിക്കാൻ എത്ര മിനിറ്റ്? 15 മിനിറ്റ് സമയം പ്രതിയായിട്ട് സംസാരിക്കാൻ. അത് ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ സംസാരിക്കാനാണ് കോടതി അനുവദിച്ചതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് നിന്ന് ഞാൻ പ്രതിയുമായിട്ട് സംസാരിക്കുന്ന വിവരങ്ങൾ അവർ നേരിൽ കേൾക്കാനുള്ള ശ്രമമാണ് അവരുടെ ഭാഗത്തുണ്ട്. അതേസമയം സരിതയും രാഷ്ട്രീയ നേതൃത്വത്തിലെ ചില ഉന്നതരുമായുള്ള ബന്ധം വെളിപ്പെടുത്തുന്ന ചില ഫോട്ടോകൾ തന്റെ കയ്യിലുണ്ടെന്ന വാദം വിലപേശലാണെന്ന് പറഞ്ഞ സരിതയുടെ അഭിഭാഷകന്റെ വിമർശനത്തെപ്പറ്റി ജേക്കബ് മാത്യു ഇങ്ങനെ പ്രതികരിച്ചു.
അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. സനി ബാലകൃഷ്ണൻ്റെ ആരോപണങ്ങൾ മറുപടി അർഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ നിന്ന് നിലവാരത്തിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആ വളർന്നു വന്ന സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളോ മനസ്സിലെത്തിയായിരിക്കാം അദ്ദേഹം ഇത്തരം ആരോപണങ്ങൾ കേട്ടു. ബിജു രാധാകൃഷ്ണന് വധഭീഷണിയുണ്ടെന്നും അഭിഭാഷകൻ ജേക്കബ് മാത്യു ആരോപിച്ചു. രാവിലെ 11 മണിയോടെയാണ് ബിജു രാധാകൃഷ്ണനെ റാന്നി കോടതിയിലെത്തിച്ചത്. റാന്നി കോടതിയിൽ ചാർജ് ചെയ്യപ്പെട്ട സോളാർ കേസിലെ 2ാം പ്രതിയാണ് ബിജു. എന്നാൽ റാന്നിയിലെ കേസ് ഏതാണെന്ന് പോലും തനിക്കറിയില്ലെന്ന് ബിജു രാധാകൃഷ്ണൻ അഭിഭാഷകനായ ജേക്കബ് മാത്യുവിനോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, റാന്നി. RSS ഭീകരത ആരോപിച്ച് SFI സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂർ ധർണാ സമരം നടത്തി. പത്തനംതിട്ടയിൽ നടന്ന ധർണയിൽ 100 കണക്കിന് പ്രവർത്തകർ എത്തി. സംസ്ഥാനത്തെ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് RSS ഭീകരതയ്ക്ക് ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് SFI സംസ്ഥാന വ്യാപകമായി ഇന്ന് 24 മണിക്കൂർ ധർണ നടത്തി. ഇതിന്റെ ഭാഗമായി പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന ധർണയിൽ 100 കണക്കിന് പ്രവർത്തകരെത്തി. SFI ജില്ലാ സെക്രട്ടറി ബെഞ്ചമിൻ ജോസ് ജേക്കബ്, ജില്ലാ പ്രസിഡന്റ് R ശ്യാമ, ജോയിന്റ് സെക്രട്ടറി അൻസിൽ അഹമ്മദ്, SFI മുൻ ജില്ലാ സെക്രട്ടറി R മനു, DYFI ഏരിയ പ്രസിഡന്റ് DV വിനോദ്, M സജികുമാർ, R അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 10 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 500-ൽ പരം വിദ്യാർത്ഥികൾ 24 മണിക്കൂർ ധർണയിൽ പങ്കെടുത്തു. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഉമ്മൻചാണ്ടി ഗവൺമെന്റും ഉമ്മൻചാണ്ടിയുടെ പോലീസും ഈ ആക്രമണങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. ഈ പോലീസ് പരിപൂർണമായി നിഷ്ക്രിയത്വം പാലിച്ചിരിക്കുകയാണ്. നിരവധി കൊലപാതകങ്ങൾ ഉണ്ടായിട്ടും ആക്രമികളെ എതിരായി കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാവുന്നില്ല. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. ഇന്റർനെറ്റിലൂടെ ലോക മലയാളിയുടെ പ്രിയപ്പെട്ട ഗായികയായി മാറിയ പത്തനംതിട്ട ജില്ലയുടെ പാട്ടുകാരി ചന്ദ്രലേഖ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമാകുന്നു. ചന്ദ്രലേഖയുടെ പുതുവർഷ വിദേശയാത്ര ഡിസംബർ 26-ന് തുടങ്ങും. ഒരു വൃശ്ചിക പ്രഭാതത്തിന്റെ ചെങ്കതിർ വെട്ടത്തിൽ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച മൊബൈൽ ഫോണിലേക്ക് ഹൃദയം തുറന്നുവെച്ച പത്തനംതിട്ട ജില്ലയുടെ പ്രിയപ്പെട്ട പാട്ടുകാരി ചന്ദ്രലേഖ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സജീവമാകുന്നു. തമിഴടക്കം നിരവധി ഭാഷാ സിനിമകളിൽ ചന്ദ്രലേഖയ്ക്ക് ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. തിരക്കുകൾ കൊണ്ട് സമ്പന്നമാകുന്ന തൻ്റെ ഒരു ദിവസത്തിൻ്റെ കുറച്ച് പകൽ സമയം ചന്ദ്രലേഖ ഇന്ന് മലനാട് ന്യൂസിൻ്റെ ക്യാമറയ്ക്ക് മുന്നിൽ ഹൃദയകാരിയായ പാട്ടുകാരിയായി എത്തി. വിശ്രമമില്ലാത്ത യാത്രയിൽ പനി പിടിച്ച് കിടപ്പിലായിരുന്നു ജില്ലയുടെ പാട്ടുകാരി ചന്ദ്രലേഖ ഇന്ന്. എങ്കിലും അതിവേഗം ചന്ദ്രലേഖ സംഗീത ലോകത്തിൻ്റെ മെലഡിയിലേക്ക് കടന്നു വന്നു. ഹിന്ദോള രാഗത്തിൻ്റെ മധുരിമയിൽ രാജഹംസം ഒരിക്കൽ കൂടി മനം നിറച്ചു വച്ചു. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ എൻ്റെ സ്നേഹദായകൻ ഓ രാജഹംസമേ. മലയാളത്തിൽ 2 സിനിമയിൽ പാടി. അതിലേറ്റവും ഹൃദയഹാരിയായി മാറിയത് ഗായിക ചിത്രയുമായുള്ള സമാഗമമാണ്. മനസ്സിൽ കൊണ്ടു നടന്ന മോഹത്തിൻ്റെ ശ്രുതിമധുരമായ സാക്ഷാത്കാരം. അപ്പം ദൈവം ഓരോ നിമിഷത്തിലും ദൈവത്തെ വിളിച്ചാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം ചിത്ര ചേച്ചിയോടൊപ്പം പാടുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് സ്വപ്നം പോലും കാണാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അപ്പോൾ ചേച്ചി ജോൺസൺ മാഷിൻ്റെ മകൾ, ജോൺസൺ മാഷിൻ്റെ പാട്ടാണല്ലോ രാജഹംസം. അപ്പം ഒരു ദിവസം എന്നെ വിളിച്ചു, ചേച്ചി ഞാൻ ഷാൻ ജോൺസനാണ്, ചേച്ചിയുടെ പാട്ട് ഞാൻ കേട്ട്, ചിത്ര ചേച്ചി പാടിയ രാജഹംസം എന്ന പാട്ട് ചേച്ചി പാടിയത് വീണ്ടും അനശ്വരമാക്കിയല്ലോ. അപ്പം ഞങ്ങളുടെ കുടുംബത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു എന്നും പറഞ്ഞ് ഷാൻ ജോൺസൺ വിളിച്ചെന്നെ. അതെനിക്ക് എന്താണ് ആ സമയത്തും എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു നിമിഷമായിരുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ ആത്മാവ്, അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് എനിക്കൊരു അനുഗ്രഹം വാങ്ങിക്കാനും കഴിഞ്ഞിരുന്നതിന്
അദ്ദേഹം എന്നെ വിളിച്ചേനെ, എനിക്കറിയാം. അതെനിക്ക് വലിയൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഷാൻ ജോൺസന്റെ ആ ഫോണിലൂടെ ഉള്ള വിളി. സംഗീത സംവിധായകൻ ജോൺസൺ മാഷിനെ മനം നിറച്ചുകൊണ്ട് തന്നെ മലനാട് ന്യൂസിന്റെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഓർത്തെടുത്തു. താലോലം താലോലം കുഞ്ഞിപ്പൂവേ, ആലോലം താലോലം കൂടെ വായോ, ഒന്നിച്ചാ നമ്മൾ കാക്കുന്നു കേറാ, കുന്നോളം കൊന്നപ്പൂ കൊണ്ടേ പോരാ. മാഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മറ്റൊരു മെലഡി കൂടി ചന്ദ്രലേഖ ഹൃദ്യമാക്കി. ഏതോ ജന്മകൽപ്പന കുമ്പളാംബികയുടെ വൃശ്ചിക പുലരിയെ സംഗീത സാന്ദ്രമാക്കി. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീഥികളിൽ ഇന്നും നീ വന്നു, ഓരോ നിമിഷം ഈ ഓരോ നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീഥികളിൽ. ചന്ദ്രലേഖയുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്ര മാഷിനെയും നല്ലൊരു ഗാനാലാപനത്തിന്റെ അകമ്പടിയോടെ ഓർത്തെടുത്തു. ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ, തെന്നലറിയാതെ അണ്ണാറ കണ്ണറിയാതെ വിങ്ങിക്കരയണ കാണോ പൂവിൻ്റെ കണ്ണീരപ്പാമോ, ഊഞ്ഞാലാട്ടി ഉറക്കാമോ, ചീരപ്പൂവുകൾക്കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. മാഷിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. 2012 ഒരു വൃശ്ചിക മാസത്തിൽ മകൻ ശ്രീഹരിയെയും ഒക്കത്തെടുത്ത് വെച്ചുകൊണ്ട് കുമ്പളാംപൊയ്കയിലെ പറങ്കിമാമൂട്ടിൻ വീടിന്റെ ചുമരും ചാരി നിന്നുകൊണ്ട് പാടിയ ആ പ്രഭാതത്തെപ്പറ്റി ചന്ദ്രലേഖ ഇപ്പോഴും വൈകാരികമായാണ് ഓർക്കുന്നത്. അതിലൂടെ ലോകത്തിലുള്ള മലയാളികളെല്ലാം അന്നേരം ആ സമയം തൊട്ട് വിളിക്കാൻ തുടങ്ങി. സുഹൃത്തുക്കൾ ലണ്ടനിലാണ്, ലണ്ടനിൽ നിന്നാണ് ആദ്യം. അല്ല, നമ്മുടെ കേരളത്തിലത്തെ നാട്ടിലെ ഒരു കുട്ടി തന്നെ, കോട്ടയത്തുള്ള ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു രതീഷ് എന്ന രഞ്ജിത്ത് അങ്ങനെയാണ്ട് പേര്. ഞാൻ പെട്ടെന്ന് അത് അത്രയും ഇതായതുകൊണ്ട് മറന്നുപോയി. ആ കുട്ടിയാണ് എന്നെ നാട്ടിൽ നിന്ന് ആദ്യം വിളിക്കുന്നത്. പിന്നെ വെളിയിൽ നിന്ന് വിളിക്കുന്ന ലണ്ടനിലെ ന്യൂസിലും നെറ്റ് വഴിയുള്ള പത്രത്തിലൊക്കെ വന്ന്, നെറ്റ് വഴിയുള്ള ന്യൂസിൽ വന്ന് ഇതാരാണ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഈ കുട്ടിയെ നാട്ടിലാണ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യുക, ഇതാരാന്ന് വെച്ചാൽ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് അവർ പരസ്പരം അതിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആ വൃശ്ചിക പ്രഭാതത്തിലെ പ്രിയപ്പെട്ട മറ്റൊരു താരം മകൻ ശ്രീഹരിയും ഇപ്പോൾ അമ്മയ്ക്കൊപ്പം ലോകയാത്രയിലാണ്. 2 പാട്ടിന്റെ പല്ലവി പതക്കം ശ്രീഹരി ഒരിക്കൽ കൂടി ആവർത്തിച്ചു. ഇനി പാട്ട് പഠിക്കണം, അതാണ് ലക്ഷ്യം. മറ്റൊരു മോഹം ഗാനഗന്ധർവൻ യേശുദാസിന്റെ അനുഗ്രഹം നേരിട്ട് വാങ്ങണം. ഒരിക്കൽ മാത്രം കണ്ടു. ആ സമാഗമം പോലും ചന്ദ്രലേഖ ഒരു പാട്ടിന്റെ ആരോഹണ അവരോഹണം പോലെ കൃത്യമായി ഓർത്തു വച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തെ ഞാൻ മാക്ട എന്ന് പറയുന്ന ഒരു സംഘടനയിൽ അദ്ദേഹത്തെ കണ്ടിരുന്നു. ദൂരെ നിന്ന് എന്ന് വെച്ചാൽ ഒരു 5 കസേരയ്ക്ക് ഇപ്പുറം ഞാൻ എണ്ണുകയും ചെയ്തു. ഒരു 5 കസേര ഇല്ല, 3-4 കസേരയ്ക്ക് അടുത്തായിട്ടാണ് ഞാൻ ഇരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചാനലുകാരും, അതുകൊണ്ട് ഞാൻ അടുത്തേക്ക് പോയില്ല. തന്നെയല്ല, നമുക്കങ്ങനെ പോകാനുള്ള പോലും അർഹതയില്ല എന്നുള്ളൊരു ഇതാണ്. ഞാൻ അതുകൊണ്ട് മനസ്സുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ ഞാൻ തൊഴുതു. ഒരു സങ്കടവർത്തമാനം കൂടി ചന്ദ്രലേഖ മലനാട് ന്യൂസിനോട് പറഞ്ഞു. തന്നെപ്പറ്റി ചില സിനിമാ വാരികകളിൽ വരുന്ന ഗോസിപ്പുകൾ വല്ലാത്ത മനോവേദന ഉണ്ടാക്കുന്നുണ്ട്.
അതെ, അത് ഞാൻ പോലും അറിയാത്തതാണ് ഈ ഗോസിപ്പുകൾ എന്നൊക്കെ പറയുന്നത്. അത് ഒരു പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയാണ് ഞാൻ. എനിക്കറിയില്ല ഞാൻ എന്താണ്, ഞാൻ പോലും ഇപ്പം ഓരോരോ വാരികകൾ എന്നൊക്കെ പറയുന്നത് ഞാൻ വായിക്കാത്തതാണ്. അപ്പം ഞാനിതൊന്നും അറിയുന്നില്ല, അതുകൊണ്ട് എനിക്ക് അതിൽ വിഷമവും ഇല്ല. പിന്നെ എന്താണ് എഴുതുന്നതെന്നുള്ളത് എനിക്കറിയില്ല, അതിന് എനിക്ക് വിഷമമുണ്ട്. കാര്യം ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ മലയാളി സുഹൃത്തുക്കൾ ക്ഷമിക്കണം, അത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. പ്രിയപ്പെട്ട മലയാളികളെ, ഇത് ചന്ദ്രലേഖയാണ്. അനുഭവങ്ങളുടെ തീഷ്ണമായ ജീവിതമാണ് പിന്നിൽ. പാട്ട് മാത്രം നിരന്തരം വൈകാരികമാകും. ക്യാമറമാൻ സജി തിരുവല്ലയോടൊപ്പം ചന്ദ്രലേഖയുടെ കുമ്പളാംബികയിലെ വീട്ടിൽ നിന്നും പുനൂർ സജീവ്. ഇടവേള. ഒരു തീവണ്ടിക്കെന്ന പോലെ നിങ്ങളുടെ ഒരു ദിവസം ഭംഗിയായി ആരംഭിക്കാൻ രാത്രി നിദ്ര സുഖപ്രദമാകണം. രാത്രി നിദ്ര സുഖപ്രദമാക്കാനായി റാന്നിയിലെ നവാസിന്റെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ആധുനിക കടച്ചൽ യന്ത്രത്തിന്റെ സഹായത്താൽ പഴയ മെത്തകളുടെ ചുരുങ്ങിയ പഞ്ഞി കടഞ്ഞ് ഭംഗിയുള്ള മെത്തകൾ ഞങ്ങൾ നെയ്തെടുക്കുന്നു. നിങ്ങളുടെ വീടിന് അഴകിന്റെ തൂവൽ സ്പർശമേകാൻ ഭംഗിയുള്ള ഫാഷനബിൾ ഫോർമാറ്റുകളുടെയും വൻശേഖരം. നവാസ്. നിങ്ങളുടെ സുഖനിദ്രയ്ക്കും നിങ്ങളുടെ വീടിന്റെ ലാവണ്യ ശോഭയ്ക്കും ഇന്നു തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ. നവാസ് കോട്ടൺ സർവീസ് വലിയ പാലത്തിന് സമീപം, മാമുക്ക്, റാന്നി. ഫോൺ 04735223938, 8547651210, 9947738138. യഥാർത്ഥ സ്വർണത്തിന്റെ സത്യം, അനുകരിക്കാനാവാത്ത വിശ്വാസ പാരമ്പര്യം. ജോസ്കോസ് ഫാഷൻ ജുവലേഴ്സ്, റാന്നി, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരി. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. നിങ്ങളുടെ ജീവിതത്തിലെ അമൂല്യ മുഹൂർത്തങ്ങൾ അവിസ്മരണീയമാക്കുവാൻ ക്രിസ്റ്റൽ ക്ലിയർ ഫോട്ടോഗ്രാഫിയുടെ പര്യായം. രചന ഹൈടെക് ഡിജിറ്റൽ സ്റ്റുഡിയോ, അങ്ങാടി, റാന്നി. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹൈസ്പീഡ് ഫ്ലെക്സ് പ്രിന്റിംഗ്, ലേസർ പ്രിന്റിംഗ്, ID കാർഡ് മാർക്കിംഗ്, ലാമിനേഷൻ, ഫോട്ടോസ്റ്റാറ്റ് എന്നിവയ്ക്കും രചനയുടെ സേവനം ലഭ്യമാണ്. വിവാഹമംഗല്യ മുഹൂർത്തങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തേക്കാൾ മികവോടെ ഹൈടെക് സംവിധാനത്തിൽ ഞങ്ങൾ ചിത്രീകരിക്കുന്നു. നിങ്ങളുടെ ജീവിത മുഹൂർത്തം ഏതുമാകട്ടെ, പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഇതിനായി രചനയുടെ ഹൈടെക് ഔട്ട്ഡോർ യൂണിറ്റിന്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. കൂടാതെ മിനിറ്റുകൾക്കുള്ളിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഗ്രൂപ്പ് ഫോട്ടോയും റെഡിയാക്കി തരുന്നു. ഫോർ യുവർ കളർഫുൾ മെമ്മറീസ്, രചന ഡിജിറ്റൽ സ്റ്റുഡിയോ, PJT ജംഗ്ഷൻ, അങ്ങാടി, റാന്നി. ഫോൺ 04735225197, 9447249105. നിങ്ങളുടെ വീടിന്റെ സൗന്ദര്യപൂർണ്ണതയ്ക്കായി സിറ്റി സെന്റർ അണിയിച്ചൊരുക്കിയിരിക്കുന്നു ഗൃഹോപകരണങ്ങളുടെ കമനീയ കലവറ. മിക്സി, ഗ്രൈൻഡർ, പ്രഷർ കുക്കർ, ഡിന്നർ സെറ്റുകൾ എന്നിവയടക്കം എല്ലാ ഗൃഹോപകരണങ്ങളുടെയും വൻശേഖരം. ഷോക്കേസ്, ഗിഫ്റ്റ്, കോസ്മെറ്റിക് ഇനങ്ങൾക്കായി പ്രത്യേക വിഭാഗം. സ്കൂബിയുടെ അടക്കം പ്രമുഖ കമ്പനികളുടെ ബാഗുകളും കുടകളും, ഒപ്പം സ്പോർട്സ് ഇനങ്ങളും. ക്ലാസ്മേറ്റ്സ് ത്രിവേണി നോട്ട് ബുക്കുകൾക്കും സമീപിക്കുക. പുത്തൻ അധ്യയന വർഷത്തിൽ സമ്മാന പെരുമഴയും. ഓരോ 500 രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ. എല്ലാ മാസവും നറുക്കെടുപ്പും മെഗാ സമ്മാനമായി ബൈക്കും. വിലക്കുറവും മികച്ച മൂല്യവും സ്വന്തമായി പാർക്കിംഗ് സൗകര്യവും ഞങ്ങളുടെ സവിശേഷത. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. റാന്നി സിറ്റി സെന്റർ, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9188271724, 8086554688. കൂടുതൽ വാർത്തകളിലേക്ക്. പത്തനംതിട്ട ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തോടുള്ള അധികാരികളുടെ അവഗണന തുടരുന്നു. അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതുമായി ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴി ഉപേക്ഷിച്ച നിലയിൽ. ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊന്നാണ് നയനമനോഹരമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടം. എന്നാൽ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തിട്ടും പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിന് ശാപമോക്ഷമായിട്ടില്ല. DTPC ഈ വിനോദസഞ്ചാര കേന്ദ്രത്തിന് തഴഞ്ഞ മട്ടാണ്.
ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഒരുക്കുന്നതിനായി ആരംഭിച്ച നിർമ്മാണ പ്രവൃത്തികളാണ് നിലച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളമായി ഇവിടെ DTPCയുടെ നേതൃത്വത്തിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നു. എന്നാൽ കാര്യങ്ങൾ മാത്രം എങ്ങുമെത്തിയിട്ടില്ല. വിനോദസഞ്ചാരികൾക്ക് താമസിക്കാനും വിശ്രമിക്കാനും വേണ്ടിയുള്ള മുറികളുടെയും ഭക്ഷണം കഴിക്കാനായുള്ള റെസ്റ്റോറന്റിന്റെയും സ്നാക്ക് ബാറിന്റെയും നിർമ്മാണ പ്രവൃത്തികളാണ് പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലുള്ളത്. ഇത് കാരണം വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗം പേരും പത്തനംതിട്ടയിലെത്തിയാൽ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തെ ഒഴിവാക്കുകയാണ് പതിവ്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ പോലും ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട ഗതികളിലാണ് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾ. പെരുന്തേനരുവിയുടെ ടൂറിസം സാധ്യതകൾ വളരെയേറെയാണ്. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ പൂർത്തിയായി ആക്കി ഇത് ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കണമെന്ന് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുകയാണ്. വെള്ളച്ചാട്ടത്തോടനുബന്ധിച്ചുള്ള അരുവിയിലിറങ്ങി നനഞ്ഞാൽ വസ്ത്രം മാറാൻ പോലും സൗകര്യമില്ലാത്തതിനാൽ സ്ത്രീകൾ ഇവിടെ എത്തുന്നതും വിരളം. ടൂറിസ്റ്റുകൾക്കായുള്ള ടോയ്ലറ്റുകളും പൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ്. അതിനാൽ തന്നെ ഏറെ ബുദ്ധിമുട്ടുന്നതും ഇവിടെ വല്ലപ്പോഴും എത്തുന്ന വനിതാ വിനോദസഞ്ചാരികളും. കെട്ടിടത്തിന്റെ പരിസരമാകെ കാട് കയറിയ നിലയിലുമാണ്. ഈ കെട്ടിടത്തിന് സമീപം ഞങ്ങളുടെ ക്യാമറയ്ക്ക് കാണാനായത് നിർത്തിവെച്ചിരിക്കുന്ന നിർമ്മാണ പ്രവൃത്തികളും മുൻപെങ്ങോ ഇവിടെ നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഭക്ഷണം പാകം ചെയ്യാൻ കൂട്ടിയ അടുപ്പും മാത്രം. അപകട സൂചനാ ബോർഡുകൾ മാത്രം സ്ഥാപിച്ചിരിക്കുന്ന ഇവിടെ പുറത്തുനിന്നെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആരും തന്നെ ഇല്ല. മാത്രമല്ല സുരക്ഷിതമായി വെള്ളച്ചാട്ടം കാണാനും അപകട മേഖലയിലേക്ക് കടക്കാതിരിക്കാനുമുള്ള ബാരിയർ സ്ഥാപിക്കാൻ പോലും ആരും ഇതുവരെ മെനക്കെട്ടിട്ടുമില്ല. ജില്ലയിലെ ടൂറിസം വികസന വകുപ്പിന് വലിയൊരളവിൽ വരുമാന സ്രോതസ്സാകേണ്ടതും സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതുമായ പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിന്റെ വികസനത്തിന് കടക്കൽ കത്തിവെക്കുന്നതും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ. അടിയന്തരമായി പെരുന്തേനരുവി വെള്ളച്ചാട്ടത്തിന് സമീപം ടൂറിസ്റ്റുകൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഇതിനെ ജില്ലയിലെ മുഖ്യധാര ടൂറിസ്റ്റ് കേന്ദ്രമാക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പെരുന്തേനരുവി. കേരളത്തിലെ കാടുകളിൽ കടുവകളുടെ കണക്കെടുപ്പ് ഡിസംബർ 16 തുടങ്ങും. ഇതിനു മുന്നോടിയായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി തുടങ്ങി. കേരളത്തിലെ കാടുകളിൽ കടുവകളുടെ കണക്കെടുപ്പ് ഡിസംബർ 16 തുടങ്ങും. ഇതിനു മുന്നോടിയായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പരിശീലനം നൽകി തുടങ്ങി. ഡിസംബർ 16 മുതൽ 23 വരെ 8 ദിവസങ്ങളിലായാണ് കടുവകളുടെ കണക്കെടുപ്പ് നടക്കുക. കാടുകളെ 7 ബ്ലോക്കുകളായി തിരിച്ചാകും കണക്കെടുപ്പ്. ആദ്യ ദിവസങ്ങളിൽ കടുവ, പുലി, കാട്ടുനായ, കരടി, കുറുക്കൻ, കുറുനരി എന്നീ മാംസഭോജികളായ മൃഗങ്ങളുടെ പാദമുദ്ര, കാഷ്ടം, വനത്തിലെ പാടുകൾ, ശബ്ദം, ഇരകളുടെ അവശിഷ്ടം എന്നീ പ്രത്യക്ഷ തെളിവുകളെ അടിസ്ഥാനമാക്കിയാണ് കണക്കെടുപ്പ്. റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് ഹാളിൽ നടന്ന പരിശീലനത്തിന് പെരിയാർ ഫൗണ്ടേഷനിലെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യം നേതൃത്വം നൽകി. റാന്നി DFO S ജനാർദ്ദനൻ, അസിസ്റ്റന്റ് കൺസർവേറ്റർ KR അനിൽകുമാർ എന്നിവർ ക്ലാസ് എടുത്തു. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തുള്ള വനപ്രദേശത്ത് കൊണ്ടുപോയിട്ട് കരികുളം ഭാഗത്തോ മറ്റോ കൊണ്ടുപോയി ഒരു ഫീൽഡ് എക്സസൈസും കൂടി ഉണ്ടാവും. അപ്പോൾ എന്ത് ഡൗട്ടുണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. വളരെ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ഈ ഫീൽഡ് സർവേ നടത്തണം. അതിന് പൂർണ്ണമായിട്ട് സഹകരിക്കണം. ബന്ധപ്പെട്ട ഇപ്പോൾ ഈ ഡിവിഷനിൽ, റാന്നി ഡിവിഷനിൽ മൊത്തം 52 ബ്ലോക്കാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത്. ഓരോ ബ്ലോക്കിനും വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ടാവും. കൂട്ടത്തിൽ വാച്ചർമാർ ആരെങ്കിലും നിങ്ങൾ പറ്റിയ ആൾക്കാർ, നടക്കാനും ഇതിനകത്ത് താല്പര്യമുള്ളവരുമായ ആൾക്കാരെ കണ്ടുപിടിക്കണം, സെലക്ട് ചെയ്യണം, അവരുടെ സേവനം ഉപയോഗിക്കണം. ന്യൂസ് ബ്യൂറോ, റാന്നി. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ പേരിൽ കിഴക്കൻ മലയോര പ്രദേശത്തെ സാധാരണക്കാരെയും തെറ്റിദ്ധരിപ്പിച്ച് ഭയാശങ്കകൾ സൃഷ്ടിച്ച് CPM രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്ന് റാന്നി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പ്രൊഫസർ തോമസ് അലക്സ് ആരോപിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, കുമ്പളാംപൊയ്യ. ഗൃഹസൗന്ദര്യത്തിന് മോടി കൂട്ടുന്ന ടൈൽസ് വ്യാപാര രംഗത്തെ ഏറ്റവും പുതിയ വെല്ലുവിളികളുമായി നിങ്ങളുടെ മുൻപിൽ ഒരാധുനിക കലവറ. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി. 40 രൂപ മുതലുള്ള വെട്രിഫൈഡ് ടൈലുകളുടെയും 25 രൂപ മുതലുള്ള സെറാമിക് ടൈലുകളുടെയും 13 രൂപ മുതലുള്ള വാൾ ടൈലുകളുടെയും അമൂല്യ ശേഖരം. ഒപ്പം 85 രൂപ മുതലുള്ള ഗ്രാനൈറ്റിനും സമീപിക്കുക. ഗ്രേസ് ഗ്രാനൈറ്റ് ഗാലറി, ഫെഡറൽ ബാങ്കിന് സമീപം, കുമ്പളാംപൊയ്യ. ഫോൺ 04735251024. മൊബൈൽ 9961 553202 9495068656. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും കാലാന്തരങ്ങൾ എത്രയോ വന്നാലും ഇത് മലയാളി തനിമയുടെ പൊന്നിൽ തീർത്ത ബന്ധം. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. കമനീയമായ ഷോറൂം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ ആഭരണങ്ങൾ, ആന്റിക് കളക്ഷനുകൾ, നവരത്ന മോതിരങ്ങൾ, വജ്രാഭരണങ്ങൾ, സിംഗപ്പൂർ കളക്ഷൻസ്. ഓർഡറുകൾ അനുസരിച്ച് പേൾമാല, രുദ്രാക്ഷമാല എന്നിവ ചെയ്തു കൊടുക്കുന്നു. പ്രത്യേക ആനുകൂല്യങ്ങളോടെ ആഭരണങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാനും സൗകര്യം.
ഉപഭോക്താക്കൾക്ക് സുരക്ഷിത ഭാവിക്കായി സ്വർണ്ണ നിക്ഷേപ പദ്ധതി. എക്സൽ ജുവലറി, കോളേജ് റോഡ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 04735 226 773 224 347. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ കുഞ്ഞോമനകൾക്കുള്ള കുട്ടിക്കുപ്പായങ്ങൾ മുതൽ മുത്തശ്ശിമാർക്കുള്ള സെറ്റും മുണ്ടും വരെ തിരഞ്ഞെടുക്കുവാൻ വിപുലമായ ശേഖരം. കോളേജ് കുമാരന്മാർക്കും കുമാരിമാർക്കുമായി പ്രത്യേക വിഭാഗം. റെഡിമെയ്ഡ്, ഷർട്ടിംഗ്, പാൻസ്, ചുരിദാർ മെറ്റീരിയൽസ്, ജീൻസ് എന്നിവയുമായി പ്രത്യേക വിഭാഗം ഇവിടെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പങ്കെടുക്കുന്ന ചടങ്ങുകൾ ഏതുമാകട്ടെ, ചടങ്ങിന്റെ പ്രൗഢിക്കിണങ്ങും വിധം സുന്ദരിയായി അണിഞ്ഞൊരുങ്ങുവാൻ ഞങ്ങളുടെ സാരി പവലിയൻ സന്ദർശിക്കൂ. പുരുഷത്വത്തിന്റെ പ്രതീകമായ MCR ബ്രഹ്മോസ് ഫാൻസി മുണ്ടുകൾ മിതമായ വിലയിൽ ഇവിടെ ലഭിക്കുന്നു. ബ്ലൗസ് പീസ്, ബെഡ്ഷീറ്റുകൾ, ലുങ്കികൾ എന്നിവ കൂടാതെ പ്രശസ്ത കമ്പനികളുടെ ബേബി സെറ്റിനും ഞങ്ങളെ സമീപിക്കും. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. റാന്നിയുടെ വസ്ത്രസങ്കല്പങ്ങളുടെ താക്കോൽ. ഭാരത് സിൽക്സ് ആൻഡ് റെഡിമെയ്ഡ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9446057953. ബേബി പാർക്ക് അറ്റ് കുര്യൻസ് ഏജൻസീസ്, റാന്നി. കുട്ടികൾക്ക് വേണ്ടതെല്ലാം ഒരേ കുടക്കീഴിൽ ആദ്യമായി റാന്നിയിൽ അവതരിപ്പിച്ച ബേബി പാർക്ക് മാമുക്കിൽ നിന്നും മാറി SUP സ്കൂളിന് എതിർവശമുള്ള വിശാലമായ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മികവുറ്റ ബ്രാൻഡുകളായ ഹോട്ട് വീൽസ്, ബാർബി, ഫിഷർ പ്രൈസ്, മോറിസൺ ബേബി ഡ്രീംസ്, നൂബി, പീജിയൻ, ജോൺസ്, കിറ്റെക്സ്, സ്കൂബി ഡേ, മാമി പോക്കോ, മാർബിൾസ് കൂടാതെ മറ്റെല്ലാ കുട്ടികളുടെ ഐറ്റംസും ബേബി പാർക്കിൽ ലഭ്യമാണ്. കുട്ടികളുടെ ടോയ്സ്, ഡ്രസ് ഐറ്റംസ്, ബേബി കെയർ ഐറ്റംസ്, ലേണിംഗ് ബുക്സ്, CDs, DVDs, ഫീഡിംഗ് ബോട്ടിൽ, വോക്കർ, കാഡിൽ, ഡ്രൈസൈക്കിൾസ്, ബേബി വൈപ്സ്, ഗിഫ്റ്റ് ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റംസ്, റൂം ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ബേബി പാർക്കിൽ ലഭ്യമാണ്. നിങ്ങളുടെ പിഞ്ചോമനകൾക്കായി പിഞ്ചോമനകളുടെ സ്വന്തം ബേബി പാർക്ക്. ബേബി പാർക്ക് അറ്റ് കുര്യൻസ് ഏജൻസീസ്, കവിണേടത്ത് ആർക്കേഡ്, SUP സ്കൂളിന് എതിർവശം, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിന് സമീപം, പഴവങ്ങാടി, റാന്നി. ഫോൺ 8943673386. മന്ന കളക്ഷൻസ്, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. നിങ്ങളുടെ മുഖകാന്തി കൂട്ടി സുന്ദരിയാകാനും പട്ടുചേല ചുറ്റി ശരീരകാന്തി കൂട്ടുവാനും സുവർണാവസരം. മന്ന കളക്ഷൻസ്. ഫേഷ്യൽ, ഹെയർ കട്ടിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, കാർ ഡെക്കറേഷൻ കൂടാതെ സ്റ്റീം ബാത്തിനും നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. ലേഡീസ് ടൈലറിംഗ്, ചുരിദാർ, ബ്ലൗസ്, യൂണിഫോം വർക്കുകൾക്കും സമീപിക്കുക. എല്ലാ തയ്യൽ ജോലികളും മിതമായ നിരക്കിൽ ചെയ്തു വരുന്നു. മന്ന കളക്ഷൻസ്. ബ്രോക്കേഡ്, സാരീസ്, ചുരിദാർ മെറ്റീരിയൽസ് കൂടാതെ കുട്ടിക്കുപ്പായങ്ങളുടെയും വൻ ശേഖരം. മന്ന കളക്ഷൻസ്, മന്ന ബ്യൂട്ടി പാർലർ, കടന്തോട്ട് ബിൽഡിംഗ്സ്, ഇട്ടിയപ്പാറ, റാന്നി. ഫോൺ 9605296660. വാർത്തകൾ തുടരുന്നു. വിലക്കയറ്റത്തിനും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾക്കുമെതിരെ കേരള പെൻഷനേഴ്സ് യൂണിയൻ പത്തനംതിട്ട മിനി സിവിൽ സ്റ്റേഷൻ ഉപരോധിച്ച് സമരം നടത്തി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ജനജീവിതം ദുസ്സഹമാക്കുന്ന വിലക്കയറ്റത്തിലും പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ പത്തനംതിട്ട ജില്ലാ വനിതാ സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും മിനി സിവിൽ സ്റ്റേഷൻ മുന്നിൽ ധർണയും നടത്തിയത്. ധർണ ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KR സുശീല ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരള മോഡൽ, ഇവിടെ സാർ പറഞ്ഞു ദൈവത്തിന് സ്വന്തം നാട് എന്ന കേരള മോഡൽ വികസനം എന്നത് ലോകമെങ്ങും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അവിടെ സ്ത്രീകളുടെ പ്രത്യക്ഷത്തിലുള്ള പുരോഗതി വളരെ പ്രകടമായിരുന്നു. കാരണം സ്ത്രീ സാക്ഷരത മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വികസിത രാജ്യങ്ങളിലെ പോലെയുള്ള സ്ത്രീ സാക്ഷരത ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ടായിരുന്നു. മാതൃശിശു മരണനിരക്ക് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനെയൊക്കെയാണ് കേരള മോഡൽ വികസനം എന്ന് നമ്മൾ ലോകമെങ്ങും പ്രകീർത്തിച്ചത്. കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് N. വിജയകുമാർ, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ,
ജില്ലാ പ്രസിഡന്റ് സദാശിവൻ നായർ, പ്രൊഫസർ എബ്രഹാം തലവടി, രാധാദേവി തുടങ്ങിയവർ ധർണയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിന് രൂപീകരിച്ച ജൈവവൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ ഉമ്മന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ തെളിവെടുപ്പ് ഡിസംബർ 7-ന് 3 മണിക്ക് പത്തനംതിട്ട കളക്ടറേറ്റിൽ നടക്കുമെന്ന് രാജു എബ്രഹാം MLA അറിയിച്ചു. നിര്യാതനായി. അയിരൂർ കൈതക്കോടി വടക്കേ പുതുപ്പറമ്പിൽ രാമകൃഷ്ണൻ നായർ നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 വീട്ടുവളപ്പിൽ നടക്കും. റാന്നി മുണ്ടപ്പുഴ വല്യത്ത് വീട്ടിൽ വേണുഗോപാലപിള്ള നിര്യാതനായി. 61 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തൽ നടത്താതിരിക്കുവാൻ തനിക്ക് കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന് ബിജു രാധാകൃഷ്ണൻ. ബിജുവിന്റെ റിമാൻഡ് കാലാവധി റാന്നി കോടതി നീട്ടി നൽകി. കലാലയങ്ങളിൽ RSS ഭീകരത ആരോപിച്ച് SFI സംസ്ഥാന വ്യാപകമായി 24 മണിക്കൂർ ധർണാ സമരം നടത്തി. പെരുന്തേനരുവി വിനോദസഞ്ചാര പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടതായി ആരോപണം. ഫണ്ടിന്റെ അപര്യാപ്തത പ്രധാന കാരണമാകുന്നു. ഇന്റർനെറ്റിലൂടെ ലോകമലയാളിയുടെ പ്രിയപ്പെട്ട ഗായികയായി മാറിയ പത്തനംതിട്ട ജില്ലയുടെ പാട്ടുകാരി ചന്ദ്രലേഖ തെന്നിദിൻ സിനിമയിൽ സജീവമാകുന്നു. ഡിസംബർ 26 മുതൽ വിദേശയാത്ര. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.